Hey guys, എൻ്റെ പേര് ഗണേഷ്. നിങ്ങൾ കണ്ടുകൊണ്ട് Gadget Kada Malayalam. ഇന്നത്തെ എപ്പിസോഡ് നാം സംസാരിക്കാൻ പോകുന്നത് 20,000-ന് താഴെ കിടിലങ്ങളായ ഫോണുകളെക്കുറിച്ചായിരുന്നു. സോ 20,000-ന് താഴെ എന്തൊക്കെ ഫോണുകൾ വാങ്ങാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. സോ എനിക്കറിയാം കുറച്ച് നാളായി ഞാൻ വീഡിയോസൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനൊരു ട്രിപ്പൊക്കെ പോയിരിക്കുമായിരുന്നു. അപ്പോൾ ട്രിപ്പിൻ്റെ ഒരു ചെറിയ ഗ്ലിംസ് കൂടെ ആദ്യം കാണാം. സോ വീഡിയോയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യത്തെ ഫോൺ എന്ന് പറയുന്നത് ഓപ്പോ F11 Pro ആണ്. സോ ഓപ്പോ F11 Proൻ്റെ ഫസ്റ്റ് നിന്ന് ഇതിൻ്റെ സ്ക്രീൻ സൈസാണ്. സ്ക്രീൻ സൈസ് 6.53 ഇഞ്ചാണ്. അത് മാത്രമല്ല 6GB റാം ഉണ്ട്, 16 MB ഫ്രണ്ട് ക്യാമറ ഉണ്ട്, ബാക്ക് ക്യാമറ 48 MBയും 5 MB ആണ്. അപ്പം നല്ലൊരു ബാക്ക് ക്യാമറയുടെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. പിന്നെ 64GB റാമാണ്. ഇതിൻ്റെ പ്രോസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നല്ല ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു ബിൽഡ് നല്ലതാണ്, നല്ലൊരു വെയിറ്റ് ഉണ്ട് സാധനത്തിന്. വെയിറ്റ് എന്ന് വെച്ചാൽ നല്ലൊരു ബോഡി, നല്ല ബോഡിയാണ്. പിന്നെ ലോങ് ബാറ്ററിയാണ്. ബാറ്ററി ഒരു 4000 mAh ബാറ്ററി ഉണ്ട്. സോ അതൊരു നല്ല കാര്യമാണ്. പിന്നെ ക്യാമറ നല്ല ക്യാമറ പെർഫോമൻസ് ആണ്. പിന്നെ പോപ്പപ്പ് ക്യാമറ ആദ്യമായി വന്നൊരു ഫോണാണ്. പിന്നെ ഇതിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ 4K റെക്കോർഡിംഗ് ഇല്ല. സോ അതൊരു ഡ്രോബാക്കാണ്. 4K ഇത്രയും വലിയ നല്ലൊരു ക്യാമറയൊക്കെ ഉണ്ടായിട്ട് 4K റെക്കോർഡിംഗ് ഇല്ല എന്നുള്ളത് ഒരു ഡ്രോബാക്കാണ്. അതുകൂടാതെ തന്നെ മൈക്രോ USB ആണ്. അപ്പോൾ ഇത് ടൈപ്പ് C അഡാപ്റ്ററും ടൈപ്പ് C ഒന്നുമല്ല, ഇത് മൈക്രോ USB ആണ്. എളുപ്പം ഇത് ചീത്താവുന്ന ഒരു സംഭവമാണ് മൈക്രോ USB. പഴയ കാല ഫോണുകളിലുള്ളായിരുന്നതാണ് മൈക്രോ USB. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 15K ആണ്. അപ്പം 15,000 രൂപയ്ക്ക് നമുക്കിപ്പം ഓപ്പോ F11 Pro ഇപ്പോൾ കിട്ടുന്നതായിരിക്കും. ചിലപ്പം റേറ്റ് കുറയാം അല്ലെങ്കിൽ കൂടാൻ സാധ്യതയുണ്ട്. സോ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് M30s ആണ്. സോ ഇതെന്ന് പറയുന്നത് സൈസ് എന്ന് പറയുന്നത് സ്ക്രീൻ സൈസ് 6.4 ഇഞ്ചാണ്. 16 MB ഫ്രണ്ട് ക്യാമറയുണ്ട്, സെൽഫി ക്യാമറ, ബാക്കിൽ ട്രിപ്പിൾ ക്യാമറയുണ്ട്, 48 MB 5 MB ആൻഡ് 8 MB അങ്ങനെ 3 ട്രിപ്പിൾ ക്യാമറയാണ്. പിന്നെ 4GB റാമാണ്. റാം കുറച്ച് കുറവാണ്, പക്ഷേ എന്നാലും കുഴപ്പമില്ല. പിന്നെ 64GB മെമ്മറി കാർഡല്ല, സ്റ്റോറേജാണ്. അത് കഴിഞ്ഞ് നമ്മൾ സംസാരിക്കുന്നത് ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ 6000 mAh ബാറ്ററിയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി തരുന്ന ഒരു ഇതാണ്. അപ്പം ഇതിൻ്റെ പ്രോസ് എന്ന് പറയുന്നത് AMOLED ഡിസ്പ്ലേ ആണ്. നല്ല കിടിലം ക്രിസ്പായിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിൻ്റെ. അതുകൂടാതെ തന്നെ പെർഫോമൻസ് ഭയങ്കര നല്ല പെർഫോമൻസാണ്. പിന്നെ Exynos 9611 എന്നാണ് ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ പേര്. അപ്പം സാംസങ്ങിൻ്റെ തന്നെ പ്രോസസ്സറാണ്, പക്ഷേ അത് നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. കമ്പാരിറ്റീവ്ലി നല്ലൊരു പ്രോസസ്സറാണ്. പിന്നെ ക്യാമറ പെർഫോമൻസ് നല്ല ക്യാമറയാണ്. ഇപ്പോൾ ട്രിപ്പിൾ ക്യാമറ ഉണ്ട്, അത് കൂടാതെ തന്നെ നല്ല ക്യാമറ പെർഫോമൻസും കൂടെയാണ്. കോൺസ് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ക്യാമറയിൽ തന്നെ ഇവർക്കൊരു ഓട്ടോ ഫോക്കസ് എന്നൊരു ഫീച്ചറുണ്ട്. ആ ഒരു ഫീച്ചർ അത്രയ്ക്കൊന്നും വന്നിട്ടില്ല. ഭയങ്കര കുറച്ച് സ്ലോ ആണ് ഈ ഓട്ടോ ഫോക്കസ് ആണ്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുത്തിട്ട് അത് ഫോക്കസ് ആവാറുള്ളൂ. സോ അതാണ് അതിൻ്റെ കോൺ. ഇനി അടുത്ത നമ്മൾ ഫോൺ സംസാരിക്കുകയാണെങ്കിൽ അടുത്ത ഫോൺ എന്ന് പറയുന്നത് K20 ആണ്. സോ K20 6.39 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ സ്നാപ്ഡ്രാഗൺ 730 ആണ്. പക്ഷേ ഒരു ആവറേജ് റേഞ്ചിലുള്ളൊരു പ്രോസസ്സറാണ്. 20 MP ഫ്രണ്ട് ക്യാമറ ഉണ്ട്. ഫ്രണ്ട് ക്യാമറ സെൽഫിയൊക്കെ എടുക്കാൻ കുറച്ചുകൂടെ നല്ല ബ്രൈറ്റ് ആയിരിക്കും. പിക്സൽസ് കൂടുതലായിരുന്നു, പിക്സലേഷൻ മറ്റേ നോയ്സ് വരുന്ന കുറവായിരിക്കും. അത് മാത്രമല്ല ബാക്കിൽ ട്രിപ്പിൾ ക്യാമറ ഉണ്ട്. 48 MB 8 MB ആൻഡ് 13 MB അങ്ങനെ 3 നല്ല ഹൈ റേഞ്ച് നല്ല മെഗാപിക്സൽസുള്ള നല്ല ഒരു ട്രിപ്പിൾ ക്യാമറയുടെ ഒരു ശേഖരം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റാം എന്ന് പറയുന്നത് 6GB റാമും 64GB ഇൻറ്റേർണൽ സ്റ്റോറേജും ഉണ്ട്. അപ്പോൾ 6GB റാം എന്ന് പറയുമ്പോൾ നല്ല പെർഫോമൻസാണ്. പിന്നെ ബാറ്ററി ബാക്കപ്പ് 4000 mAh ഉണ്ട്. അപ്പം സ്മൂത്ത് പെർഫോമൻസാണ്. ക്യാമറ നല്ലതാണ്. നല്ല ഡിസൈനാണ് K20ക്ക്. നല്ല ലുക്കാണ് കാണുന്നത് തന്നെ. പിന്നെ ബാറ്ററി ലൈഫ് നല്ലതാണ്. ഇതിൻ്റെ കോൺസ് എന്ന് പറഞ്ഞാൽ
ലോ ലൈറ്റിൽ ക്യാമറ അത്ര നല്ലതല്ല. ലോ ലൈറ്റിൽ നമുക്ക് ക്യാമറ അത്ര കിഡിലായിട്ട് എടുക്കാൻ പറ്റില്ല, പക്ഷേ വേറെ ആപ്സ് ഇട്ട് എടുക്കാം. പക്ഷേ എന്നാലും കുഴപ്പം. പക്ഷേ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ലിപ്പറിയാണ്. ഗ്ലാസ് ബോഡി ആയതുകൊണ്ട് ആ ഒരു സ്ലിപ്പറിനെസ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. കവർ ഇട്ടേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫ്രണ്ട് ക്യാം നമ്മൾ പോപ്പപ്പ് ആയതുകൊണ്ട് അത് കുറച്ച് അല്പം സ്ലോ ആണ് കമ്പാരിറ്റീവ്ലി ഈ ഒരു റേഞ്ചിലുള്ള ബാക്കി ഫോണുകൾ ഉപേക്ഷിച്ച് ഇത് അല്പം കുറച്ച് സ്ലോ ആണ്, പയ്യെ അത് വരത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഫോൺ എന്ന് പറയുന്നത് റിയൽമി XT. സോ റിയൽമി XT 6.4 ഇഞ്ചാണ്. സ്നാപ്ഡ്രാഗൺ 712 ഉള്ളൂ. പക്ഷേ 16 MB ഫ്രണ്ട് ക്യാമറയും പിന്നെ ബാക്കിൽ 4 ക്യാമറ ഉണ്ട്. 64 MB ആണ് ഒരു ക്യാമറ, ബാക്കി 8/2 അങ്ങനെയാണ് ബാക്കിലത്തെ 4 ക്യാമറ. 8 GB റാം ഉണ്ട്. അപ്പോൾ റാം നല്ല റാമാണ്. 128 GB സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പം റാമിലും സ്റ്റോറേജ് സ്പേസിലും ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ 4.5 mAh ബാറ്ററി ബാക്കപ്പ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രോസ് എന്ന് പറഞ്ഞാൽ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നല്ല ബിൽഡാണ്. നല്ല എന്താ പറയുക, ഭയങ്കര ചീപ്പ് ക്വാളിറ്റിയാണെന്ന് തോന്നുന്നില്ല. പിന്നെ നല്ല ക്യാമറയാണ്. ക്യാമറ പെർഫോമൻസ് നല്ലതാണ്. ഫോണിൻ്റെ പെർഫോമൻസ് നല്ലതാണ്, കാരണം 8 GB റാമും എല്ലാം ഉള്ളത് കാരണം ഫോണിൻ്റെ പെർഫോമൻസ് നല്ലതാണ്. ബാറ്ററി ലൈഫ് നല്ല ബാറ്ററി ലൈഫാണ്. പിന്നെ ക്വിക്ക് ചാർജിങ്ങും ഉണ്ട്. അപ്പം ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര നല്ലതാണ്. ഇത്രയും ബാറ്ററി ലൈഫും ക്വിക്ക് ചാർജിങ് കൂടെ വന്നു കഴിയുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റിയൽമിയുടെ ഇവരുടെ ക്യാമറയുടെ ആപ്പ് അത്ര നല്ല ക്യാമറയുടെ ആപ്പല്ല. നമുക്ക് ബേസിക് ഫീച്ചേഴ്സ് പോലും അതിനകത്തില്ല, ചില ബേസിക് ഫീച്ചേഴ്സ്. സോ ഫോട്ടോഗ്രാഫി വൈസ് അത്ര കിടിലമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ബാക്കി എല്ലാ ഫീച്ചേഴ്സും നല്ലത് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നമ്മുടെ കിടിലം ഫോണിലേക്ക് പോകാം. സോ അടുത്ത ഫോൺ എന്ന് പറയുന്നത് കുറേ നാളായിട്ട് നടക്കുന്നൊരു ഫോൺ തന്നെയാണ്, പക്ഷേ എന്നാലും പോക്കോ F1. സോ പോക്കോ F1 തന്നെയാണ് ഇപ്പോഴത്തെ നല്ലൊരു കിടിലം ഫോണായിട്ട് ഞാൻ പറയുന്നത്. അതിന് 6.18 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ അത്രയും വലിപ്പമില്ല. അത്രയും വലിപ്പമായിട്ട് നമുക്ക് തോന്നത്തുമില്ല. ആവശ്യത്തിന് വലിപ്പമുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 845 ആണ്. അപ്പം അതൊരു ഹൈ എൻഡ് പ്രോസസ്സറാണ്, നല്ല പ്രോസസ്സറാണ്. അതിൻ്റെ പെർഫോമൻസ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഫ്രണ്ട് ക്യാമറ 20 മെഗാപിക്സലാണ്. ബാക്ക് ക്യാമറ 12 മെഗാപിക്സൽ + 5 മെഗാപിക്സൽ. 6 GB റാം ഉണ്ട്. 64 GB സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 4000 mAh ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. സോ ഇതൊരു വാല്യൂ ഫോർ വെർത്താണ്. മണിക്ക് വെർത്തായിട്ട്, കാശിന് വെർത്തായിട്ടുള്ളൊരു സാധനമാണ് പോക്കോ F1 എന്ന് പറയുന്നത്. നല്ല ബോഡിയാണ്, ബാറ്ററി ബാക്കപ്പ് നല്ല പോലെ ഉണ്ട്. ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി അത്ര കിടിലമല്ല. പക്ഷേ ഗൂഗിൾ ക്യാമറ പോലത്തെ ആപ്സ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മെച്ചപ്പെടുന്നതേ ഉള്ളൂ. പിന്നെ അടുത്ത ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് 4K വീഡിയോ സ്റ്റെബിലൈസേഷൻ ഇല്ല. അപ്പോൾ 4K വീഡിയോ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത്ര സ്റ്റെബിലൈസ്ഡ് ആയിട്ട് കിട്ടില്ല. 4K എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷേക്കുകൾ കൂടുതലായിരിക്കും. ആ ഒരു ഇഷ്യൂ നമുക്ക് നല്ലോണം ഫീലും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ വില എന്ന് പറയുകയാണെങ്കിൽ പോക്കോ F11 ഇപ്പം 15,000, അതായത് 15,000 കിട്ടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു നല്ലൊരു ഡീൽ തന്നെയാണ്. 15,000 സ്നാപ്ഡ്രാഗൺ 845 കിട്ടുന്നത് ഞാൻ വലിയൊരു കാര്യം തന്നെ. അപ്പോൾ ഗെയിം കളിക്കാൻ, അത് PUBG പോലത്തെ ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ ചൂസ് പോക്കോ F1. കിടിലമാണ്. സ്ക്രീൻ അത്ര കിടിലമല്ല, കമ്പയർഡ് ടു K20 ഒക്കെ AMOLED ഡിസ്പ്ലേ അങ്ങനെയൊന്നുമില്ല, പക്ഷേ നല്ല സൂപ്പർ പെർഫോമൻസാണ്. പിന്നെ അടുത്ത പറയുകയാണെങ്കിൽ നമുക്ക് K20 പറ്റി പറയുകയാണെങ്കിൽ K20 ഇപ്പം 20,000 ആണ്. റിയൽമി XT ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 16,000 ആണ്. M30s ഇപ്പോഴത്തെ പ്രൈസ് 14,000 ആണ്. ഓപ്പോയുടെ ഇപ്പോഴത്തെ പ്രൈസ് 15,000 ആണ്. സോ ഇതാണ് ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ച്. സോ ഈ ഒരു ഫോൺസാണ് ഇപ്പോൾ എനിക്ക് തോന്നിയതിൽ 20,000 അണ്ടറിലുള്ള കിടിലം ഫോണുകൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങൾ ഇതുപോലത്തെ ഏതെങ്കിലും ഫോൺ എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഫോണിൻ്റെ ഉടമകളാണെങ്കിൽ താഴെ കമൻറ്റ് ഇടുക. ഇതല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോൺ തോന്നുകയാണ് ഇത് ഈ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ കിടിലമാണ്, ഞാൻ വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും പ്ലീസ് കമൻറ്റ് ചെയ്യുക. നമ്മൾ എന്തായാലും അടുത്ത വീഡിയോ നമ്മൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ഇനിയും കാണാം അടുത്ത വീഡിയോ. അതുവരെ ബൈ.